ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. വിശുദ്ധ ബൈബിളിലെ വലിയ ഒരു ആശയമാണ് അന്ധകാരവും പ്രകാശവും. പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 2 അധ്യായം 9 തിരുവചനം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ഇത് പല രീതിയിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26 അധ്യായം അതിൻ്റെ 18 തിരുവചനം പറയുകയാണ്. ഈ വിശുദ്ധ ലിഖിതങ്ങൾ, ഈ വിശുദ്ധ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഞ്ചപ്പം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലെ അന്ധകാരങ്ങൾ മാറ്റപ്പെടുവാൻ അത് ഇടയായി മാറും. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ അത് ഇടയായി മാറും. നമുക്ക് ദൈവകൃപ ലഭിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. വീണ്ടും എഫേസ്യർ ലേഖനം 1 അധ്യായം അതിന്റെ 18 19 തിരുവചനങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുവഴി അവന്റെ അവന്റെ പ്രകാശപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രകാശപൂർണമായ ഒരു പ്രവർത്തനം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. സകല അന്ധകാരത്തെയും മാറ്റുവാൻ ദൈവത്തിന്റെ പ്രകാശത്തിന് സാധിക്കും. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനം 5 അധ്യായം 8 9 തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പാപത്തിന്റെ അന്ധകാരമുണ്ടായിരുന്നു, ലോകത്തിന്റെ അന്ധകാരമുണ്ടായിരുന്നു, നിരീശ്വരത്വത്തിന്റെ അന്ധകാരമുണ്ടായിരുന്നു, അഹങ്കാരത്തിന്റെ അന്ധകാരമുണ്ടായിരുന്നു, ഞാനെന്ന ഭാവത്തിന്റെ അന്ധകാരമുണ്ടായിരുന്നു. എന്നാൽ അന്ധകാരമെല്ലാം മാറി ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. 2 കൊരിന്തോസ് 4 അധ്യായം 6 തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, പ്രകാശത്തിന്റെ വാക്കുകൾ നിരന്തരം ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ നിന്ന്, ഏത് തിന്മകളിൽ നിന്നും, ഏത് അടിമത്തങ്ങളിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ദുഃഖം, ദുരിതം, അന്ധകാരം, വെറുപ്പ്, വിദ്വേഷം, നിസ്സഹായത, ബലഹീനത എന്തുമാകട്ടെ, അതിൽ നിന്ന് തന്നെ പ്രകാശം പുറപ്പെടുവിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ അഞ്ചപ്പം ശ്രവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലെല്ലാം യേശുക്രിസ്തുവിന്റെ പ്രകാശം, സുവിശേഷത്തിന്റെ പ്രകാശം, ദൈവവചനത്തിന്റെ പ്രകാശം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. നമ്മുടെ ജീവിതങ്ങളിലുള്ള സകല അന്ധകാരങ്ങളും നീങ്ങിപ്പോയി ഈശോയുടെ സ്നേഹം, ഈശോയുടെ പ്രകാശം നമ്മുടെ ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. ഒന്ന് ചേർന്ന് പറയാം, ആമേൻ, ആമേൻ.